ഹലോ മക്കളെ, വെൽക്കം ടു ജിപ്പോർട്ട് അഗെയിൻ. ദിസ് ഈസ് മീ മാസൻ ഹിയർ. നമ്മൾ ജോഗ്രഫിയുടെ മാപ്പ് സെഷൻ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് നമ്മൾ ചെയ്ത പോലെ മാപ്പിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി മാപ്പിൽ എന്തൊക്കെ ചോദിക്കാനിരിക്കുന്നു എല്ലാ സാധനങ്ങളും നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സെഷൻ്റെ പ്രത്യേകത. സോ നന്നായിട്ട് കണ്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് മുന്നേ ഇത് തരുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ നാളെ പരീക്ഷാ ഹാളിൽ പോയിട്ട് ഒരിക്കലും ഇതറിയാതെ, നമുക്ക് മാപ്പിനെ കുറിച്ച് അറിയാതെ മാപ്പിൽ നിന്നൊരു മാർക്ക് പോലും പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. എങ്ങനെ മാപ്പിൽ ചോദിക്കും, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഈ മാപ്പിൻ്റെ ഈ നോട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ. ഞാനിന്ന് മാപ്പിൻ്റെ ക്വസ്റ്റ്യൻ ഇടും. ആ ക്വസ്റ്റ്യൻ മാപ്പിൽ വരച്ച് കാണിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ആ നോട്ട് നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ലഭിക്കും. കമ്മ്യൂണിറ്റിയിലേക്ക് അടിച്ച് കയറിക്കോ. ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കമ്മ്യൂണിറ്റി ലഭിക്കും. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് കിട്ടുന്നതൊക്കെ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സോ കയറി വാ കമ്മ്യൂണിറ്റിയിലേക്ക് കയറി വാ. യെസ്, ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് ഒന്ന് പരിചയപ്പെടാം. ഇന്ത്യയുടെ മാപ്പ് നമുക്കിതാ ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ മാപ്പായിരിക്കും പരീക്ഷയ്ക്ക് തരിക, അല്ലേ? ഈ ഒരു ഔട്ട്ലൈൻ മാപ്പിനകത്ത് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇന്ത്യയെ ഈ ഒരു രൂപം, ഈ ഒരു ഷേപ്പ് എന്തൊക്കെയാണെന്നുള്ളത്, അല്ലേ? നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു ഷേപ്പിനകത്ത് നിന്ന് പുറത്തേക്കുള്ളത്, ഇതിലില്ലാത്തതെന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. ഇവിടെ കുറച്ച് ലക്ഷദ്വീപ് കുറച്ചൊരു കുറവുണ്ടാവില്ലേ? ലക്ഷദ്വീപിനെ നമ്മളിവിടെ കാണുന്നുണ്ടാവില്ല. അതേപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിനെയും നമ്മളിവിടെ കാണുന്നുണ്ടാവില്ല. ആ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, എല്ലാ മാപ്പിനൊരു ഡയറക്ഷൻ ഉണ്ടാവും. അറിയാലോ, ഇതാണ് ആ ഒരു ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നോർത്തായിട്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അറിയാലോ, യെസ്, നോർത്തായിട്ടാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് ഈസ്റ്റും ഇത് വെസ്റ്റും ഇത് സൗത്തുമായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു മാപ്പിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതിൽ സ്റ്റേറ്റുകളൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യില്ല, മാർക്ക് കിട്ടാതിരിക്കുന്നില്ല. നമുക്കത് മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ സ്റ്റേറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും എങ്ങനെയാണ് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ടെക്നിക്സ് ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. സോ ഡോണ്ട് വറി, ഈസി ആയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. മാപ്പ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? നല്ല ശ്രദ്ധ വേണം. പരീക്ഷാ ഹാളിനകത്ത് നല്ല ശ്രദ്ധ ഉണ്ടായിട്ട് വേണം മാപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യാം നമുക്ക് നോക്കാം. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക നോക്കൂ. യെസ്, നമ്മുടെ ഈ ഒരു മാപ്പിനകത്ത് എന്തൊക്കെ എവിടേക്ക് അടയാളപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സഹിതമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യ സെറ്റ് ചോദ്യങ്ങളിലേക്ക് പോകാം. നോക്കൂ, ചുവടെ ചേർത്തിട്ടുള്ള വിവരങ്ങൾ തിരിച്ചറിഞ്ഞ് നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ ഭൂരേഖയിൽ അടയാളപ്പെടുത്തുക. അങ്ങനെയാണല്ലോ ചോദ്യം വരല്ലേ? ഓരോ സ്കോർ വീതമാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു 6 ചോദ്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ ചോദ്യമൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് വരിക എന്ന് നോക്കാം. നോക്കൂ, ഒരു സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. ഒരു സ്റ്റേറ്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ലീഡ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ബോക്സൈറ്റിൻ്റെ പ്രൊഡക്ഷനിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം, അത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആ സംസ്ഥാനം ഒഡീഷയാണ് മക്കളെ, ഒഡീഷയാണത്. ഒഡീഷയെ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ, അത് ഒഡീഷയാണ്. ഒഡീഷ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്? നോക്കൂ, ഒഡീഷയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ കുറച്ച് നേരെ നിൽക്കുന്ന പ്രദേശം കണ്ടു നിങ്ങൾ, കുറച്ച് പ്ലെയിൻ ആയിട്ട്. ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ കട്ടിങ് ആയിട്ട് വന്നല്ലേ. ആ കൂട്ടത്തിൽ കുറച്ചൊന്ന് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, ഈ ഒരു പ്രദേശത്തിൽ നിങ്ങൾ ഇങ്ങനെ ഏറെക്കുറെ എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒഡീഷയായിട്ട് മാർക്ക് ചെയ്യുന്നു. ഒഡീഷ എന്ന് എഴുതി കൊടുക്കുക. മനസ്സിലായോ? ഒഡീഷ എന്ന് എഴുതി കൊടുക്കുക. ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയാൽ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഇങ്ങോട്ടുള്ള ഭാഗം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു നേരെ ഈ താഴ്ഭാഗത്ത് കുറച്ച് നേരെയായിട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ വെസ്റ്റ് ബംഗാളിലേക്ക് പോവും, ഇവിടെ ആന്ധ്രാപ്രദേശിലേക്ക് പോവും, മേലെ ചണ്ഡീഗഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് വരച്ചു കൊടുക്കുക. അപ്പോൾ ഒഡീഷ നമുക്ക് കിട്ടി. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ലിഗ്നൈറ്റ് ഫീൽഡ് ലൊക്കേറ്റഡ് ഇൻ തമിഴ്നാട്. ലിഗ്നൈറ്റ് പാടം തമിഴ്നാട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്? അത് ഒറ്റ സ്ഥലമേ ഉള്ളൂ. ലിഗ്നൈറ്റ് തമിഴ്നാട്. ലിഗ്നൈറ്റ് എവിടെയാണ്? അത് ലിഗ്നൈറ്റ് കാണപ്പെടുന്നത് അത് നെയ്വേലിയിലാണ്. എവിടെയാണ്? നെയ്വേലിയിലാണ്. പഠിച്ചു വെക്കുക, നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് പാടം കാണപ്പെടുന്നത്. അതെവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക നമ്മൾ? നോക്കൂ, ഇവിടെയാണല്ലോ തമിഴ്നാട്. ഈ അവസാന ഭാഗത്താണ് തമിഴ്നാട്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ തീരപ്രദേശത്ത്, ചെന്നൈൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഒരു തീരപ്രദേശത്തിനോട് ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെയ്വേലി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെയ്വേലി
നെയ്വേലി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നെയ്വേലി എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കണ്ടോ, സി നമ്മൾ ആസാമിലൊരു എണ്ണപ്പാടം, സി എ ഫീൽഡ് ബേസ്ഡ് ഓൺ റിഫൈനറി ഇൻ ആസാം. സി ഒരു റിഫൈനറി, ഓയിൽ റിഫൈനറി ആസാമിലെ ഏതാണ്? ഇത് ഇന്ത്യയിലെ ആദ്യമായിട്ട് ഓയിൽ കണ്ടുപിടിക്കപ്പെട്ട സ്ഥലവുമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഓർത്ത് വെക്കുക, ഡിഗ് ബോയ്. എന്താണ്? ഡിഗ് ബോയ്. ഡിഗ് എന്ന് പറഞ്ഞാൽ കുഴിക്കുക എന്നർത്ഥം അല്ലേ. ഒരു ആൺകുട്ടി ഇരുന്ന് ഒരു സ്ഥലത്ത് കുഴിച്ച് കണ്ടുപിടിച്ചതാണ് എണ്ണപ്പാടം എന്ന് സങ്കല്പിച്ചാൽ മതി. ഓക്കെ, അത് ആസാമിലാണ്, ഡിഗ് ബോയ് എന്നാണ് സ്ഥലം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡിഗ് ബോയ് നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ വരച്ചു കൊടുക്കണം. എവിടെയാണ് നമ്മൾ ഡിഗ് ബോയ് വരയ്ക്കുക? ആസാമിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഡിഗ് ബോയ് വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ് ബോയ്, ആസാമിൻ്റെ ഡിഗ് ബോയ് നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ് ബോയ് നമുക്ക് എന്ത് ചെയ്യാം, വരച്ചു കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ മറ്റൊരു ചോദ്യം വരാനുള്ളത് ഏതാണ്? ദ സ്റ്റീൽ പ്ലാന്റ് സെറ്റപ്പ് ഇൻ കൊളാബറേഷൻ വിത്ത് യു കെയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റീൽ പ്ലാന്റ് അത് ഏതാണ് എന്നാണ് ചോദ്യം. അത് ദുർഗാപൂരാണ് സ്റ്റീൽ പ്ലാന്റ്. അതെവിടെയാണെന്ന് ഇവിടെ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് ഇതുള്ളത് എന്ന് ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂർ മാർക്ക് ചെയ്യണം. നമുക്ക് വെസ്റ്റ് ബംഗാൾ അറിഞ്ഞാൽ മതി, ദുർഗാപൂർ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. വെസ്റ്റ് ബംഗാൾ ഇതാ ഈ ഒരു ഭാഗത്താണ് വെസ്റ്റ് ബംഗാൾ. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് വെസ്റ്റ് ബംഗാൾ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദുർഗാപൂർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്താണ്? ദുർഗാപൂർ. ഓക്കെ, ദുർഗാപൂർ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, യെസ്, ദുർഗാപൂർ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് കൊടുത്തു. ദെൻ ദ പോർട്ട് നോൺ ആസ് ദ ക്യൂൻ ഓഫ് ദ അറേബ്യൻ സീ, അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന റാണി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ് എന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാണത്? അത് കൊച്ചിയാണ്. നമ്മളെ സ്വന്തം കൊച്ചിയാണ് അറബിക്കടലിൻ്റെ റാണി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ് കൊച്ചി മാർക്ക് ചെയ്യേണ്ടത്? കൊച്ചി എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? നമ്മൾ കേരളത്തിൽ വന്നിട്ട് കൊച്ചി മാർക്ക് ചെയ്യാം. ഓക്കെ, കൊച്ചി നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. കൊച്ചി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അറബിക്കടലിൻ്റെ റാണിയും നമുക്ക് അവിടെ കിട്ടി. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ മാർക്ക് ചെയ്തല്ലോ. ഫുൾ മാർക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്കോർ ചെയ്തു കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ ഗോവയിൽ സിറ്റുവേറ്റ് ചെയ്ത പോർട്ട് ഏതാണ്? ഗോവയിലാണ് പോർട്ട്. ഗോവ എന്ന് പറഞ്ഞാൽ സ്പേസ് അറിഞ്ഞാൽ മതി. അവിടെ ഇനി പോർട്ടിന് വേറെ സ്പേസ് കണ്ടെത്തും നിങ്ങൾ വേണ്ട. ഗോവ എന്ന് പറയുന്നത് ഇവിടെ മഹാരാഷ്ട്രയുണ്ട്. ഈ ഒരു ഭാഗത്ത് മഹാരാഷ്ട്ര ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കർണാടക കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിലായിട്ട് വേണം എന്ത് ചെയ്യണം, നമ്മൾ ഗോവ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. മനസ്സിലായോ? ഗോവ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു ഭാഗത്താണ് അപ്പോൾ എന്ത് ചെയ്യുക, ഗോവ ഉണ്ടാവുക. ഗോവ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗോവയല്ല, ഉത്തരമല്ല. ഉത്തരം എന്താണ്? മർമ്മഗോവയാണ്. പോർട്ടാണ് ചോദിച്ചത്. അപ്പോൾ മർമ്മഗോവയാണ് കേട്ടോ. മർമ്മഗോവ പോർട്ട്, ഗോവ തുറമുഖം. ഓക്കെ, തുറമുഖം. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്കത് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ മറ്റൊരു ചോദ്യം നോക്കൂ. ദ ലാർജസ്റ്റ് കോൾഫീൽഡ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോൾഫീൽഡ് എവിടെയാണ്? ജാരിയ കോൾഫീൽഡ് ആണ്. ജാരിയ നമുക്കിതാ ഈ ഒരു ഭാഗത്ത്, ഇവിടെ നമ്മൾ ഒറീസ ഉണ്ട് തോന്നുന്നു, ഇവിടെ വെസ്റ്റ് ബംഗാൾ ഉണ്ട് തോന്നുന്നു, ഇവിടെയാണ് നമ്മളെ ഛത്തീസ്ഗഡ് ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ജാരിയ ഉള്ളത്. ഓക്കെ, ജാരിയ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും വരിക ഏറെക്കുറെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജാരിയ കോൾഫീൽഡ് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ്, ദ ഇൻഡസ്ട്രിയൽ റീജിയൻ വെർ മേജർ കോൺസെൻട്രേഷൻ ഓഫ് ജൂട്ട് മിൽസ്. കണ്ടോ, ജൂട്ട് മിൽസ്. ഇന്ത്യയിൽ ജൂട്ട് പ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മൾ പഠിച്ചതാണ്. ആ ഒരു സംസ്ഥാനത്ത് കൊണ്ടുപോയി മാർക്ക് ചെയ്താൽ മതി. ഹൂഗ്ലിയാണ് സ്ഥലം. ഓക്കെ, ഹൂഗ്ലിയാണ് സ്ഥലം. അത് വെസ്റ്റ് ബംഗാളാണ്, നിങ്ങൾക്ക് അറിയാലോ. വെസ്റ്റ് ബംഗാളാണ് നല്ല പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഹൂഗ്ലി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഹൂഗ്ലി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹൂഗ്ലി വെസ്റ്റ് ബംഗാളിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. മറ്റൊരു ചോദ്യം നോക്കൂ. ദ നോർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ദ നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റി ഇൻ ഇന്ത്യ വിച്ച് ഇസ് കണക്റ്റഡ് ബൈ ദ ഗോൾഡൻ ക്വാഡ്രൈലേറ്റർ. എന്താണ് സുവർണ ചതുഷ്കോണപാത അല്ലേ? ഗോൾഡൻ ക്വാഡ്രൈലേറ്റർ, അതായത് 4 ഭാഗത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ മാപ്പിൽ 4 ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗോൾഡൻ ക്വാഡ്രൈലേറ്റർ ഉണ്ട്. അതായത് ഡൽഹിയെയും മുംബൈയെയും ചെന്നൈയെയും
അതേപോലെ കൊൽക്കത്തയെയും ബന്ധിപ്പിക്കുന്നത്. അതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ നോർത്തേൺ മോസ്റ്റ് മെട്രോ സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കൂട്ടത്തിൽ നോർത്ത് ഉള്ളത് ഡൽഹിയാണ്. അപ്പോൾ നമ്മൾ പോയിന്റ് ചെയ്യേണ്ട ടൗൺ ഡൽഹി. ഓക്കെ, ഡൽഹി. ഇതൊന്നും വരക്കണ്ട കേട്ടോ, നിങ്ങൾ ഡൽഹി മാത്രം വരച്ചു കൊടുത്താൽ മതി. ഡൽഹി മാത്രം പോയിന്റ് ചെയ്ത് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഇതൊന്നും വരയ്ക്കേണ്ട, ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. ഇവിടെ മുംബൈ ഉണ്ട്, ഇവിടെ ചെന്നൈ ഉണ്ട്, ഇവിടെ കൊൽക്കത്തയുണ്ട്. റെഡി അല്ലേ? ഓക്കെ, യെസ്. ദെൻ നോക്കുകയാണെങ്കിൽ ദ പോർട്ട് സിറ്റുവേറ്റഡ് ഇൻ മഹാനദി ഡെൽറ്റ. മഹാനദി ഡെൽറ്റയിൽ ഉള്ള പോർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാനദി എവിടെയാണ് എന്ന് നമുക്കറിയാലോ. ഏറെക്കുറെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ന് ഇവിടെ യോജിച്ച് ചേരുന്നതാണ് മഹാനദി. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഡെൽറ്റ എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെ ആയിട്ടായിരിക്കും ആ ഡെൽറ്റ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് മഹാനദി ഡെൽറ്റ. മഹാനദിയുടെ ഡെൽറ്റ എന്ന് പറയുന്ന എന്താ ചോദിച്ചിരുന്നായിരുന്നു? ദ പോർട്ട് സിറ്റുവേറ്റഡ്, പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ മഹാനദി ഡെൽറ്റയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് തീരത്തേക്ക് അടുപ്പിച്ചിട്ട് വേണമെന്ന് വരയ്ക്കാൻ. തീരത്തെ അടുപ്പിച്ച് വരയ്ക്കുന്നു. നമ്മളിവിടെ എന്താണ് വരയ്ക്കേണ്ടത്? ആ ഒരു പോർട്ടിൻ്റെ പേര് പാരദ്വീപാണ്. പാരദ്വീപ്. പാരദ്വീപ് തുറമുഖമാണതെന്ന് പറയുന്നത്. പാരദ്വീപ് തുറമുഖമാണെന്ന് പറയുന്നത് കേട്ടോ. പാരദ്വീപ് തുറമുഖം. ദെൻ മറ്റൊരു ചോദ്യം നോക്കൂ. കഴിഞ്ഞോ? യെസ്. മറ്റൊരു ചോദ്യം അർബൻ അഗ്ലോമറേഷൻ വിച്ച് റിസീവ് ഹയർ urban agglomeration which received the higher number of the migrants. ഒരുപാട് മൈഗ്രൻസ് ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ ഒരു അർബൻ അഗ്ലോമറേഷൻ അത് മുംബൈയാണ്. ആ കോട്ടൺ റവല്യൂഷൻ നടക്കുന്ന ആ ഒരു സമയം വളരെയധികം ആളുകൾ കുടിയേറി പാർത്തൊരു നഗരമായിരുന്നു മുംബൈ. അപ്പോൾ മുംബൈ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? മുംബൈ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ. ഇത് ഗുജറാത്താണല്ലോ അല്ലേ? ഇവിടെയാണ് മഹാരാഷ്ട്ര കിടക്കുന്നത്. ഇതിൻ്റെ താഴേക്ക് ഇവിടെ ഗോവയുണ്ട്, ഇവിടെ നമ്മുടെ ഇതുണ്ട്, കർണാടകയുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മഹാരാഷ്ട്രയുടെ തുറമുഖ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മുംബൈ. ഓക്കെ, മുംബൈ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റൊന്നാണ് ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ദ ലീഡിങ് പ്രൊഡ്യൂസർ ഓഫ് കോഫി. കോഫി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കർണാടകയാണ് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. കർണാടക നമ്മൾ നേരത്തെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തില്ലേ? ഇതെവിടെയാണ് ഇങ്ങനെ കർണാടക വരിക. ഇതിന് താഴേക്ക് കേരളം, ഇവിടെ തമിഴ്നാടൊക്കെ അല്ലേ. അപ്പോൾ ഈ കർണാടക അത് കറക്റ്റ് ഷേപ്പ് ഒന്നും വേണമെന്നില്ല കേട്ടോ മക്കളെ. ഇങ്ങനെ അങ്ങ് വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? കർണാടക എന്ന് എഴുതി കൊടുക്കുക. കർണാടക. ഓക്കെ, കോഫിയുടെ കാര്യത്തിൽ കർണാടകയാണ്. കർണാടകയെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ദ ഹെഡ് ക്വാർട്ടർ ഓഫ് നോർത്തേൺ റെയിൽവേ സോൺ. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. സോ ഡൽഹിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡൽഹി എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് മാംഗനീസ്. മാംഗനീസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഒഡീഷയാണ് അല്ലേ? ഒഡീഷയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയണ്ടല്ലോ, നമ്മൾ നേരത്തെ അത് ഒഡീഷ മാർക്ക് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ? ഓക്കെ, നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. യെസ്. പിന്നെ മറ്റൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ബോക്സൈറ്റ് വീണ്ടും ഒഡീഷയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇനി മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഫസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് റീജിയൻ. ഏറ്റവും ആദ്യം ഓയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയത് നേരത്തെ നമ്മളോട് പറഞ്ഞു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഓയിൽ കണ്ടെത്തിയത് ഡിഗ്ബോയിലാണ്. ഡിഗ്ബോയ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോയിൻ്റാണ് അല്ലേ? ഓക്കെ, ഡിഗ്ബോയ് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റാണ് അല്ലേ? മാർക്ക് ചെയ്ത പോയിൻ്റാണ് ഡിഗ്ബോയ് എന്ന് പറയുന്നത്. ഡിഗ്ബോയ് മാർക്ക് ചെയ്ത പോയിൻ്റാണ്. യെസ്. ദെൻ അതേപോലെ ദ പോർട്ട് സിറ്റുവേറ്റഡ് അറ്റ് ദ ഗൾഫ് ഓഫ് കച്ച്. കച്ചാവ് ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന പോർട്ട് ഏതാണ്? കച്ചാവ് ഉപദ്വീപ് എവിടെയാണ്? അതിന് കച്ചാവ് ഉപദ്വീപ് ഇവിടെയാണ്. ഈ ഒരു ഭാഗത്താണ് കച്ചാവ് ഉപദ്വീപ് ഉള്ളത്. ഇവിടുത്തെ പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൊനമ്പത്ത് ഈ ഒരു വായ്ക്കുള്ളിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോർട്ടുള്ളത്. ഈ പോർട്ടാണ് ഏതെന്ന് പറയുന്നത്? കണ്ടില എന്ന് പറയുന്നത്. ഏതാണ്? കണ്ടില എന്ന് പറയുന്നത്. കണ്ടില എന്നാണ് ഈ പോർട്ടിൻ്റെ പേര്. കണ്ടില. ഓക്കെ, കണ്ടില എന്നാണ് ഈ പോർട്ടിൻ്റെ പേര്. ദെൻ അടുത്തത് ദ നാഷണൽ വാട്ടർവേ 3. അതെവിടെയാണ്? നാഷണൽ വാട്ടർവേ 3 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ ലൊക്കേറ്റഡ് ഇൻ കേരള. കേരളത്തിൽ എവിടെ? നമ്മൾ ഈ കൊല്ലത്താണ്. അപ്പോൾ അതുകൊണ്ട് താഴെ നമുക്കൊരു പോയിന്റ് ഇട്ടിട്ട് നമുക്ക് NW3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പേര് ചെയ്ത് കൊടുക്കുക. വെസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ. വെസ്റ്റ് കോസ്റ്റ് കനാൽ ലൊക്കേറ്റഡ് ഇൻ കേരള എന്ന് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, യെസ്. മറ്റൊരു ചോദ്യം നോക്കൂ. എ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഇൻ കേരള. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കാണ് ഏതെന്ന് പറയുന്നത്? ടെക്നോ പാർക്ക് എന്ന് പറയുന്നത്. ടെക്നോ പാർക്ക് മാർക്ക് ചെയ്യേണ്ടത് തിരുവനന്തപുരത്താണ്. മനസ്സിലായല്ലോ? തിരുവനന്തപുരത്താണ് എന്തുള്ളത്? ടെക്നോ പാർക്ക് ഉള്ളത്. അപ്പോൾ ടെക്നോ പാർക്ക് എന്നവിടെ ടെക്നോ പാർക്ക് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ
സി ദ ലീഡിംഗ് പ്രൊഡ്യൂസർ ഓഫ് കോഫി ഇൻ ഇന്ത്യ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കോഫിയുടെ കാര്യം, കർണാടകയാണ്. എ ലിഗ്നൈറ്റ് ഫീൽഡ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിൽ ലിഗ്നൈറ്റ് ഫീൽഡ് നെയ്വേലിയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെയ്വേലി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നെയ്വേലി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അതേപോലെ ദ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ജീവിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് UP ആണ്. ദെൻ അപ്പോൾ UP ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക, UP എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ അല്ല നമ്മൾ എഴുതേണ്ടത്, നമ്മളത് മാപ്പിലൂടെയാണ് നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ. എ കൾച്ചറൽ ടൗൺ ഇൻ പഞ്ചാബ്. പഞ്ചാബിലൊരു കൾച്ചറൽ ടൗൺ ആണ് അമൃത്സർ. കാരണം സിഖ് മതവിശ്വാസികളുടെ അല്ലേ അമൃത്സറിനെ കുറിച്ച് അറിയാലോ. അപ്പോൾ അമൃത്സർ ഒരു കൾച്ചറൽ ടൗൺ ആണ്. അപ്പോൾ കൾച്ചറൽ ടൗണിൻ്റെ മാർക്കിംഗ് എവിടെ വരുത്താം നമുക്ക്? പഞ്ചാബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പഞ്ചാബ് വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അമൃത്സർ ഈ ഒരു ഭാഗത്താണ്, അമൃത്സർ എന്ന് എഴുതി കൊടുക്കാം. അമൃത്സർ കേട്ടോ. ഓക്കെ, അമൃത്സർ. ഓക്കെ, ഇതിന് അടുത്തത് യെസ്, അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ നോർത്തേൺ മോസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റി. നോർത്തേൺ മോസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റിയും ഡൽഹി തന്നെയാണ്. അപ്പോൾ ഡൽഹി അറിയാമല്ലോ, നമ്മൾ നേരത്തെ 3 പ്രാവശ്യം മാർക്ക് ചെയ്തു, ഡൽഹി. ഓക്കെ, ദെൻ അതേപോലെ ദ ലീഡിങ് ജൂട്ട് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്. ജൂട്ട് പ്രൊഡ്യൂസിങ്ങിന് മുന്നിൽ നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാൾ നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക? വെസ്റ്റ് ബംഗാൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇങ്ങനെ പോയിട്ട് വെസ്റ്റ് ബംഗാളാണ് ഇവിടെ ഉണ്ടാവുക. വെസ്റ്റ് ബംഗാൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ ദ നോർത്തേൺ മോസ്റ്റ് കോപ്പർ മൈൻ. ഇന്ത്യയുടെ കോപ്പർ മൈനിൽ ഏറ്റവും നോർത്തിൽ കിടക്കുന്ന കോപ്പർ മൈൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെൻട്രൽ പാർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, കോപ്പർ മൈൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കോപ്പർ മൈൻ ഉണ്ട്. അതിൽ ഏറ്റവും അവസാനത്തെ കോപ്പർ മൈൻ ഈ രാജസ്ഥാൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജസ്ഥാൻ അടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കോപ്പർ മൈന് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. സോ നമുക്ക് എന്താണ് അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എവിടെ എത്തി നമ്മളിപ്പോൾ? അപ്പോൾ K3 നമ്മുടെ കോപ്പർ മൈൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, K3 കേട്ടോ, K3. അപ്പോൾ നമുക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുക? അത് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് K3 നമുക്ക് സ്ഥിതി ചെയ്യേണ്ടത് കേട്ടോ. ദ ലാർജസ്റ്റ് ലിഗ്നൈറ്റ് ഫീൽഡ് നെയ്വേലിയാണ്. ലിഗ്നൈറ്റ് ഫീൽഡ് ലാർജസ്റ്റ് ലിഗ്നൈറ്റ് ഫീൽഡ് എന്ന് പറയുന്നത് നെയ്വേലിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ അതേപോലെ മിഡീവൽ ടൗൺ ഇൻ രാജസ്ഥാനിലെ മിഡീവൽ ടൗൺ എന്ന് പറയുന്നത് ഏതാണ്? അത് ബുണ്ടി. ദെൻ പെനിൻസുല. അപ്പോൾ രാജസ്ഥാനിൽ എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. രാജസ്ഥാനിൽ എന്ത് ചെയ്താൽ മതി, മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, ബുണ്ടി. രാജസ്ഥാൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ അതേപോലെ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്ക് കുറക്കുന്നതിനായി നിർമ്മിച്ച തുറമുഖമാണ് ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഹാൽഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കൊൽക്കത്തയുടെ അടുത്ത് തന്നെയാണ് ഹാൽഡിയ ഉള്ളത്. ഹാൽഡിയ എന്ന് നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മാപ്പ് എന്ന് പറയുന്ന മാപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അങ്ങോട്ടുള്ള മുഴുവൻ പരീക്ഷകൾക്കും ഈ ഒരു മാപ്പ് നിങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഈ ചോദ്യങ്ങൾ വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. പെട്ടെന്ന് തന്നെ ഇതെല്ലാം എവിടെ ലൊക്കേറ്റ് ചെയ്തെന്ന് കൃത്യമായിട്ട് പഠിച്ച ശേഷം നന്നായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ദിസ് ഇസ് മസിൻ. ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.